ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനൊരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും എനിക്കറിയുന്നവരൊക്കെ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. ആ കാര്യങ്ങൾ ഈ സൈറ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, വാ. നിങ്ങൾ എഞ്ചിനീയേഴ്സ് അല്ല, പക്ഷേ അതിന് പകരമായിട്ട് സ്കിൽഡ് ലേബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരമുണ്ട് കേട്ടോ. ലേബേഴ്സിന് എനിക്ക് തോന്നുന്നു എഞ്ചിനീയേഴ്സിനേക്കാളും കൂടുതൽ അവസരവും സാലറിയും കിട്ടുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങളെ കരിയർ വളരെ മുകളിലേക്ക് എത്തും. സൈറ്റ് എഞ്ചിനീയർ സംബന്ധിച്ചുള്ള പ്രധാന കാരണം വെച്ചാൽ നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. കാരണം വെച്ചാൽ സൈറ്റിൽ ഇഷ്ടംപോലെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വവും കാര്യങ്ങളൊക്കെ, ഹെൽമെറ്റ്, ഷൂസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടണം. കുറച്ചും കൂടി സേഫായിട്ട് ചെയ്യേണ്ട ഒരു വർക്കും കൂടിയായിരിക്കും. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യം, ഒരു സൈറ്റ് എഞ്ചിനീയേഴ്സ് എന്തൊക്കെയാണ് നമ്മുടെ സൈറ്റിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലേ. സൈറ്റ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചുള്ള എക്സിക്യൂഷൻ ആയിരിക്കും പ്രധാന ഭാഗം. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങൾ ബില്ലാക്കുക. ബില്ലെന്ന് വെച്ചാൽ മെഷർമെൻറ്റ് ചെയ്യാം. ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ എക്സിക്യൂഷൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു സൈറ്റ് എഞ്ചിനീയർക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് വളരെ കുറവാണ് എന്നൊന്നും പറയില്ല, നല്ല റിസ്ക് ഉള്ള ഒരു വർക്ക് തന്നെയാണ്. പ്രധാനമായിട്ട് എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ സാലറി എങ്ങനെയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചോളം, പൊതുവെ ഇന്ത്യയെ സംബന്ധിച്ചോളം സൈറ്റ് എഞ്ചിനീയർ കിട്ടുന്ന സാലറി വളരെ തുച്ഛമായ സാലറിയാണ്. അപ്പോൾ സാലറി, വലിയൊരു സാലറി ഒന്നും നിങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. വർക്ക് പഠിക്കുക, പിന്നീട് ഇവിടുന്ന് ചാടുക, പുറത്തേക്ക് പോവുക, ഇതൊക്കെ ആയിരിക്കണം ലക്ഷ്യം എന്നാണ് എനിക്ക് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് മനസ്സിലായത്. ഞാനിപ്പം ഇതെന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണുന്ന കുറേ എഞ്ചിനീയേഴ്സ്, ഫ്രഷേഴ്സായി വരുന്ന എഞ്ചിനീയേഴ്സ് സൈറ്റിനെ കുറിച്ച് ഒന്നും അറിയാനാണ് സൈറ്റിലേക്ക് വരിക. അപ്പോൾ അവർക്ക് ഇവിടുത്തെ ഈ കൾച്ചറുമായിട്ടും കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരുദ്ദേശിക്കുന്നതേ വേറെ രീതിയായിരിക്കും. നല്ല വെൽ ഡ്രസ്സായി ഒരു ഓഫീസിലിരുന്ന് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുക. അപ്പോൾ സൈറ്റിൽ ഇത്തരങ്ങളൊക്കെയാണ് അവസരം ഉണ്ടാവുക. നമ്മൾ എന്താ പറയുക, ലേബേഴ്സുമായിട്ട് ഇടപെടേണ്ടി വരും, സൈറ്റിൽ ഇറങ്ങേണ്ടി വരും, വെയിൽ കൊണ്ടേണ്ടി വരും, മഴ കൊള്ളേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സൈറ്റിനെ സംബന്ധിച്ചോളം വർക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ആ സൈറ്റിൽ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിൽ സൈറ്റിലേക്കുള്ള ഒരു ജോലി വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനും പിന്നെ എന്താ പറയുക, ജോലിയിലേക്ക് കയറാനൊക്കെ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പാഷനേറ്റ് ആണോ എന്നൊക്കെ നോക്കണം. സൈറ്റുകളെ സംബന്ധിച്ചോളം ഇതിൻ്റെ ദൂഷ്യവശങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊരു ദൂഷ്യവശമാണെന്നല്ല പറയാം. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ സൈറ്റിനെ സംബന്ധിച്ചോളം നമുക്ക് എഞ്ചിനീയറിംഗ് ലെവലിൽ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ സൈറ്റിൽ ഇറങ്ങിയാൽ മാത്രമേ മനസ്സിലാവും. സൈറ്റിലാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ. ഈ എസ്റ്റിമേറ്റോ ഡ്രോയിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങൾ എന്താ പറയുക, ഇൻസ്റ്റാളേഷനും എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെയൊക്കെ വിഷമങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അതൊക്കെ എങ്ങനെ ചെയ്യുന്നു മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സൈറ്റിലേക്ക് തന്നെ വരണം. സാധാരണ രീതികളിൽ സൈറ്റിൽ ഏതൊക്കെ എഞ്ചിനീയേഴ്സിനാണ് അവസരം ചോദിച്ചു കഴിഞ്ഞാൽ, സിവില്, ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, അങ്ങനെ എന്താ പറയുക, കോർ ഫീൽഡായ എല്ലാ ഫീൽഡിനും നമുക്കിവിടെ എഞ്ചിനീയേഴ്സിൻ്റെ അവസരങ്ങളുണ്ടാവും. അപ്പോൾ ഈ അവസരങ്ങൾ മാത്രമല്ല, നമുക്കത് ഇഷ്ടപ്പെടുമെന്നും കൂടി നോക്കണം. നമ്മളിപ്പോൾ കോളേജിലൊക്കെ നല്ലൊരു ക്ലാസ് റൂമിലിരുന്ന്, നല്ല ലാബിലിരുന്ന്, പിന്നെ എന്താ പറയുക, നല്ല വെൽ ഡ്രസ്സായി ഒക്കെ പോയി സൈറ്റിൽ ഇങ്ങനെ, അതായിരിക്കില്ല ഒരു സൈറ്റ് എഞ്ചിനീയർ വർക്ക് ഉണ്ടാവുക സൈറ്റുകളെ സംബന്ധിച്ചോളം. സൈറ്റുകളിൽ പിന്നെ അത് ഓരോ കമ്പനിയും റിലേറ്റ് ചെയ്തിരിക്കും കേട്ടോ. സൈറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, സൈറ്റിൽ ഇറങ്ങേണ്ടി വരും, സൈറ്റിലെ പണിക്കാരായിട്ട് ഇടപെടേണ്ടി വരും, പിന്നെ എന്താ പറയുക, ചിലപ്പോൾ വെയിലത്ത് നിൽക്കേണ്ടി വരും, ചിലപ്പോൾ മഴ കൊള്ളേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അപ്പം നമ്മൾ റോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടി വരും. പിന്നെ അതുകൂടെ തന്നെ വർക്ക് തീരാത്തതിൻ്റെ പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സൈറ്റിനെ സംബന്ധിച്ചോളം സൈറ്റ് ഓഫീസും സൈറ്റും ഒക്കെ ആയിട്ട് കുറേ അധികം പണിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ സമയം കഴിഞ്ഞു. ബൈ. 5:30 ആയി. സീ യു ടുമാറോ. ബൈ.